വിജി തമ്പി, അങ്ങയുടെ മേഖലയിൽ, സംവിധാന മേഖലയിൽ വലിയ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന മോഹനാണ് വിട പറയുന്നത്. ചലച്ചിത്ര മേഖലയ്ക്ക് അത് വലിയ നഷ്ടം തന്നെയാണ്. ഏകദേശം 15 വർഷത്തോളം അദ്ദേഹം സിനിമയൊന്നും ചെയ്തിരുന്നില്ല എങ്കിൽ പോലും മോഹൻ്റെ സിനിമകൾ ഇന്നും പറഞ്ഞാൽ നാലാൾ അറിയുന്ന പടങ്ങളാണ് അദ്ദേഹം മലയാള സിനിമാ ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് പുതിയ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും ഈ മോഹൻ്റെ നഷ്ടം എങ്ങനെ നമ്മുടെ മലയാള സിനിമാ ലോകം ഉൾക്കൊള്ളുന്നു വിജി തമ്പി? മലയാള സിനിമയ്ക്ക് വളരെ വിലപ്പെട്ട ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മോഹൻ സാർ. അദ്ദേഹവും ഞാനുമായിട്ട് വളരെ നല്ലൊരു ആത്മബന്ധമുണ്ട്. ശരീരനായ ശ്രീ ജോൺ ബോളാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പിച്ചതും. പല ജോൺ ബോളും ഞാനും അദ്ദേഹമുള്ള പല സദസ്സുകളിലും നമ്മുടെ ചർച്ചകളിലും എല്ലാം അദ്ദേഹം പങ്കാളിയായിരുന്നു. എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി അദ്ദേഹവും ഭാര്യയും എറണാകുളത്ത് തിരുവനന്തപുരം വരെ വരികയും ചെയ്തു, വന്ന് അറ്റൻഡ് ചെയ്യുകയും. അങ്ങനെ നല്ലൊരു കുടുംബ സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അനുപമ പ്രസിദ്ധമായ കുച്ചിപ്പുടി നർത്തകയാണ്. എല്ലാ രീതിയിലും അദ്ദേഹം എറണാകുളത്ത് താമസിക്കുമ്പോഴും പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. മലയാളത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരുപാട് സിനിമകൾ, ഇവിടെ പറയും മുമ്പേ, രചന, അതുപോലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. കുറെ കാലമായി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹം തമാശ സിനിമകളും ചെയ്തിട്ടുണ്ട്. ഒരു കഥ, ഒരു നുണക്കഥ പോലുള്ള തമാശ ഉള്ള സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ. അദ്ദേഹത്തിന് വലിയ 10 സിനിമകളും അങ്ങനെയുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളാണ്. ഈ പറഞ്ഞ ഇവിടെ പറയും മുമ്പേ ആയാലും ശരി, അത് നമ്മൾ കണ്ണ് നിറയാതെ ആ സിനിമ കൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അത്ര മനസ്സിനെ ടച്ച് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ രചനയായാലും അതുപോലെ പല സിനിമകളും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം എന്ന് പറയുമ്പോൾ കുറെ കാലം കൊണ്ട് സിനിമയിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നു. അത് നാച്ചുറലി, കാരണം എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അത്ര സജീവമാവാൻ നമുക്ക് കഴിയില്ല. കാരണം ആ പ്രായത്തിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അദ്ദേഹം മാറി നിന്നത്. പക്ഷെ അദ്ദേഹം ഒരു മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അദ്ദേഹത്തിന്റെ കാലയവനയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കം. കാര്യം ഇടയ്ക്ക് അദ്ദേഹം ഒരിക്കൽ സൂര്യയിലൊരു അവിടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ സ്ട്രോക്ക് പോലെ വരികയും കുറേ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തു. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നതാണ്. ശ്രീ വിജി തമ്പി, ഇവിടെ നമ്മളോട് ഇപ്പൊ സംസാരിച്ച സംവിധായകൻ വിനയൻ പറഞ്ഞത് കൃത്യമായി നിലപാടുകളും ഏതൊരാളോടും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത വ്യക്തിയായിരുന്നു. അത് സംവിധാന രംഗത്ത് നിൽക്കുമ്പോഴും പ്രമുഖ നടനാണെങ്കിൽ കൂടി ആരാണെങ്കിൽ കൂടി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സംവിധായകൻ വിനയൻ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കടുത്ത നിലപാടുകളൊക്കെ ഉള്ള, തൻ്റേതായ കൃത്യമായ നിലപാടുകളൊക്കെ ഉള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ കൂടി ആയിരിക്കുമോ? പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാലമൊക്കെ ആണല്ലോ ഈ ചലച്ചിത്ര ലോകമെന്ന് പറയുന്നത്. അപ്പോൾ മോഹനെ പോലെയുള്ള ആളുകൾ അത്തരം നിലപാടുകളുള്ള വ്യക്തി ആയതുകൊണ്ടാണോ സിനിമാ മേഖലയിൽ നിന്ന് അല്പം കാലം ആയി അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വന്നത് എന്ന് പറയാൻ കഴിയുമോ വിജി തമ്പി? അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു. താരങ്ങളായാലും ശരി, മറ്റ് ടെക്നീഷ്യൻസ് ആയാലും അദ്ദേഹത്തിന്റെ സെറ്റിൽ അദ്ദേഹം വളരെ കർക്കശമായിരുന്നു. അതാണ് വളരെ സീരിയസ് ആയിട്ടൊരു അപ്രോച്ച് ആയിരുന്നു സിനിമയോട്. ഒരിക്കലും അതിനകത്ത് യാതൊരു രീതിയിൽ വെള്ളം ചേർക്കലോ വിട്ടുവീഴ്ചയോ ഒന്നുമില്ല. അതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അതിലൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രൊഫഷനോട് അദ്ദേഹം അത്രത്തോളം 100% കൂറ് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ താല്പര്യം, പൂർണ്ണമായി സംതൃപ്തി വന്നാൽ മാത്രമേ അദ്ദേഹം ഒരു ഷോട്ട് എടുക്കുകയുള്ളൂ. അത്രയും വളരെ അഡമന്റ് ആയിരുന്നു അദ്ദേഹം കാര്യത്തിൽ. അപ്പൊ അതിൽ ചിലർക്കൊക്കെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും അല്ല. ഇപ്പൊ നമ്മൾ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയായാലും എത്ര കഴിവുണ്ടെങ്കിലും ഭാഗ്യം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ എത്ര മുകളിൽ പറഞ്ഞ ആളായാലും ശരി, ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ഒരു കാലം മാറും. അത് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ വലിയ സംവിധായകർ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ലേ? ഇപ്പം മോഹൻ സാറിനെ പോലെ തന്നെ KG ജോർജ്, അദ്ദേഹം എത്രയോ കാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അതുപോലെ മലയാള സിനിമ ഒരു കാലത്ത് ഏറ്റവും അടക്കി ഭരിച്ചിരുന്നായിരുന്നു IV ശശി. അദ്ദേഹം അവസാന കാലമായപ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നില്ലേ? അതൊക്കെ സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അത് മോഹൻ സാറിന് അങ്ങനെ സംഭവിച്ചത് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. വളരെയധികം നന്ദി സംവിധായകൻ ശ്രീ വിജി തമ്പി. മോഹൻ, ചലച്ചിത്ര സംവിധായകൻ, പ്രമുഖ സംവിധായകൻ മോഹൻ നിര്യാതനായിരിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു സംവിധായകൻ വിനയൻ, അതേപോലെ തന്നെ സംവിധായകൻ വിജി തമ്പി. ഈ അവസരത്തിൽ ജനൻ TVയോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.